ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3 മാജിക് വേർഡ്സ് മലയാളം ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് മെസ്സേജാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലവ് മെസ്സേജാണ്. അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇനി എന്ന് തിരിച്ചു വരും, അതോ വരില്ലേ എന്നുള്ള കാര്യമാണ്. വരുന്ന മന്ത് അല്ലെങ്കിൽ എത്ര മന്ത്സിനുള്ളിൽ വരും, വീക്കിനുള്ളിൽ വരുന്ന ക്ലാരിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഞാൻ 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, അത് കുറച്ച് പേഴ്സണൽ കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല, മെയിനായിട്ട് മടിയായി, അതുകൊണ്ടാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊന്നും വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുന്നവർക്ക് മന്ത്ലി ഫ്രീ റീഡിങ് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ ഞാനിവിടെ ഏഞ്ചൽ നമ്പറാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ ഏഞ്ചൽ നമ്പർ 222, സെക്കൻഡ് നമ്പർ ഏഞ്ചൽ നമ്പർ 111, തേർഡ് നമ്പർ ഏഞ്ചൽ നമ്പർ 555. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എക്സോ അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണറോ അതല്ലെങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ആര് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ക്രഷ് ആവാം. ഒന്നിൽ കൂടുതൽ ക്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പേഴ്സണെ വിചാരിച്ച് ഓരോരോ നമ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് 222, സെക്കൻഡ് 111, തേർഡ് 555. ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഇറ്റ്സ് ലവ് മെസ്സേജ് ഫോർ യു. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഏഞ്ചൽ നമ്പർ 22 ചൂസ് ചെയ്തവരുടെ പാർട്ട്ണറുടെ ലവ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഓക്കെ, ദ എംപറർ, then the hermit, then Queen of Wands, then Four of Wands. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൽ കാണാൻ പറ്റുന്നത്, മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫയർ സൈൻസ് കാണുന്നുണ്ട്, പിന്നെ എർത്ത് സൈൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഫയർ സൈൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫയർ സൈൻ ആയിരിക്കും. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ വളരെ ലോയൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പിൽ, ബോണ്ടിൽ വളരെ ആത്മാർത്ഥതയുണ്ട്, നല്ല വാല്യുബിൾ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാണ്. അതായത് ചീറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പാണ്. പക്ഷേ ഫസ്റ്റൊക്കെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നിട്ടുണ്ടാവാം. പിന്നീടാണ് അത് വളർന്ന് മെച്യൂർഡായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് മൂവ് ചെയ്തിരിക്കുന്നത്. അതായത് സഡൻലി ഒരു സ്പാർക്കിലുണ്ടായ റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ച് പ്രായം, അതായത് ഈ റിലേഷൻഷിപ്പിന് കുറച്ച് വർഷങ്ങൾ പഴക്കം ഉണ്ടാവാം. ചിലപ്പോൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം, ഇയേഴ്സ് പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് മെച്യൂർഡ് കാര്യമാണ് റിലേഷൻഷിപ്പിൽ. വളരെ പക്വതയായിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു 24 വയസ്സിലൊക്കെ ആയിരിക്കും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു 20 വയസ്സിലൊക്കെ ആയിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. അതായത് ആള് ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ലോയലാണ്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നുമില്ല, അയാൾ എലോൺ ആണ്. ഇപ്പോൾ എന്തെങ്കിലും നോ കോണ്ടാക്ട് ആണെങ്കിൽ തന്നെ വളരെയധികം ബോണ്ട് ഈ റിലേഷൻഷിപ്പിൽ വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സ്റ്റേബിൾ ആവാൻ ആഗ്രഹമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആവുക, ഇത് ലോയലാണ്. അതുപോലെ തന്നെ ബോണ്ട് സ്ട്രെങ്ത് ആവുക. പിന്നെ കാണിക്കുന്ന ആൾ ഒറ്റയ്ക്കാണ്. ആൾ റിലേഷൻഷിപ്പിൽ ബോണ്ട് സ്ട്രോങ് ആക്കാനും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒപ്പം തന്നെ എൻഡപ്പ് ആക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾ തീർത്ത് അലോണാണ്, ഒറ്റയ്ക്കാണ്. ഉള്ളിലേക്ക് തന്നെ വലഞ്ഞ് ആളെ സ്വന്തമായിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആവാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇമ്മെച്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആവാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കമ്മിറ്റ്മെൻ്റ് ആണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ ഒപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോസ്റ്റ്ലി കാണുന്നത് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ കാണുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എർത്ത് ആൻഡ് ഫയർ സൈൻ ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് തന്നെ കപ്പിളായിരിക്കും, ഫയർ സൈൻ തന്നെ കപ്പിളായിരിക്കും, അല്ലെങ്കിൽ എർത്തും ഫയറും മിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എർത്ത് തന്നെയായിരിക്കും. മോസ്റ്റ്ലി ഇവിടെ ഫയർ സൈൻ ആണ് കാണുന്നത്. സ്ലോ മൂവിങ് ആയിരിക്കും, കാലതാമസമുള്ള പ്രണയമാണ്. അതുപോലെ തന്നെ ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല. ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ ആഗ്രഹിക്കുന്നു, ഇതിൽ സ്ട്രെങ്ത് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ വീണ്ടും തിരിച്ചു കിട്ടുന്ന ഉറപ്പുണ്ട് ആൾക്ക്. ആളുടെ മാനിഫെസ്റ്റേഷനിൽ ആൾക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ തന്നെ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആൾക്ക് കോൺഫിഡന്റ് ഉണ്ട്. ഇത് എൻ്റെ പെണ്ണാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ ചെക്കനാണ്, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ നല്ല ഹൈലി നടക്കുന്നുണ്ട് ബോത്ത് സൈഡിൽ നിന്ന്. കമ്മിറ്റ്മെന്റ് ആണ് കാണുന്നത്, അതായത് മാരേജ് ആണ് കാണുന്നത്. കണ്ടോ, കപ്പിൾസ് ആണ്, മാരേജ് ആണ് കാണിക്കുന്നത്. ഹോം എല്ലാം ഉണ്ടാവാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ആളുടെ ലവ് മെസ്സേജ് എന്നാൽ നിങ്ങളുടെ കൂടെ സ്ട്രോങ് ബോണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആവാനും, നിങ്ങളെ വേറൊരാളുടെ കൂടെ കാണുന്നത് പോലെ ആൾക്ക് ഇഷ്ടമില്ല. വളരെ പോസസീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ്. നിങ്ങളെ കല്യാണം കഴിക്കാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് കീപ് മാനിഫെസ്റ്റേഷൻ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നല്ല പവർ ഉണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടാണ്. അതുപോലെ തന്നെ ആൾ നന്നായിട്ട് മാനിഫെസ്റ്റേഷൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ റിലേഷൻഷിപ്പിന് 4 വർഷമൊക്കെ ഒരു ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഡേയ്സിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4 വീക്ക് 4 മാസം അതിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. മെജിഷ്യൻ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് എഗെയിൻ മാനിഫെസ്റ്റേഷൻ്റെ പവറാണ് കാണിക്കുന്നത്. ഫയർ ആൻഡ് എയർ സൈൻ കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഡിയക് സൈൻ മേ ബി അതായിരിക്കാം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു നല്ല ബോണ്ട് ഇവിടെ കാണിക്കുന്നത്. റീകൺസിലേഷൻ ആണ് കാണിക്കുന്നത്. റീകൺസിലേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ആണ് റിലേഷൻഷിപ്പിൽ, റീസ്ട്രക്ചർ ചെയ്യാനും ബോണ്ട് ഉണ്ടാവാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ബിൽഡ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുമാണ് ആൾ ആഗ്രഹിക്കുന്നത്. റീകൺസിലേഷൻ ആണ് കാണിക്കുന്നത്. 1 കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏരീസ് ഒരു സോഡിയാക് സൈൻ ആവാൻ, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾ ചിലപ്പോൾ ജനുവരി ജനിച്ചായിരിക്കും, പാർട്ട്ണർ ജനുവരി ജനിച്ചായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് സോഡിയാക് സൈൻ ആയിരിക്കാം, നിങ്ങൾ ഏരീസ് ആയിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഫയർ സൈനാണ് ഇവിടെ കാണുന്നത്. അതായത് വളരെ നല്ല റിലേഷൻഷിപ്പ് ബോണ്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ തന്നെ അടുത്ത് തന്നെ ചിലപ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് റിസീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. വല്ലാതെ മാനിഫെസ്റ്റേഷൻ, നല്ല സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ അറിയാവുന്ന 2 പേരാണ്. നിങ്ങൾ 2 പേരും നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബോണ്ടാണ്. ഇപ്പം നിങ്ങളാണ് ഈ പെണ്ണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗേൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റൊരു മാനിഫെസ്റ്റേഷൻ്റെ ഐഡിയൽസ് അതുണ്ട്. യൂണിവേഴ്സിൻ്റെ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീകൺസിലേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആളും വളരെയധികം നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2 പേരും ബോണ്ടാണ്. എനിക്ക് തോന്നുന്നു 2 പേരും നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഗേളാണെങ്കിൽ നല്ലോണം ഹെയറുള്ള ആളാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ഈ ഒരു കാർഡിൽ നിന്ന് തന്നെ കാണുന്നത്. അടുത്ത് തന്നെ റീകൺസിലേഷൻ പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. 2 പേരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന 2 കപ്പിൾസാണ് നിങ്ങൾ 2 പേരും. അപ്പോൾ കീപ് മാനിഫെസ്റ്റേഷൻ, അതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോറി, ഇത്രയും കാർഡ്സ് എടുക്കാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
അത് ഡെവിൾ വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ സ്ട്രെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് തന്നെ അടുത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നല്ല സ്ട്രെങ്തനായിട്ടാണ് മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹണിമൂൺ വളരെ സെക്സി ആയിരിക്കും, വളരെ ഫാഷനബിൾ ആയിരിക്കും, വളരെ ഫയറി ആയിരിക്കും. നിങ്ങൾ എല്ലാ എന്താ പറയുക, ലൈഫിലെ എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളുടേതായ ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഡ്രീമിലായിരിക്കും, ഒരു ഇമാജിനേഷനാണ്. മറ്റുള്ളവരിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറി ആയിരിക്കും നിങ്ങളുടെ. വളരെയധികം വൈൽഡായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും നിങ്ങളുടെ. ഭയങ്കര സ്പാർക്കിംഗ് ആയിരിക്കാൻ രണ്ടുപേരും, ഭയങ്കര ഡബിൾ എനർജിയുള്ള രണ്ട് കപ്പിൾസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. വെഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും. വളരെ എന്താ പറയുക, ചിലപ്പോൾ ഒരുപാട് എക്സ്പെൻസീവായിട്ട് വളരെ ലക്ഷറീസ് ആയിട്ട് നിങ്ങൾ പൈസയൊന്നും നോക്കാണ്ട് നിങ്ങൾ ചിലവാക്കും. അതുപോലെ തന്നെ ഒന്നിനും ഒരു കൺട്രോൾ ഇല്ലാണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ആൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങളുടെ കൂടെ. നിങ്ങളാണ് പെർഫെക്റ്റ് കപ്പിൾ. അതുപോലെ തന്നെ ആൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, സെക്ഷുവലി തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ എന്താ പറയുക, സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, സ്ട്രെങ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാർഡ് ഇവിടെ കണ്ടു. അതുപോലെ തന്നെ വലിയൊരു ബോണ്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫിസിക്കലിയും വളരെയധികം അട്രാക്ഷനുള്ള റിലേഷൻഷിപ്പാണ്, വല്ലാത്തൊരു കെമിസ്ട്രിയാണ് കാണാൻ പറ്റുന്നത്. ആൾ വല്ലാതെ അഡിക്റ്റഡ് ആണ് നിങ്ങളോട്, അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വൺ ടു 4 മന്ത്സിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യും. അതും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളെ മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 4 days, അതല്ലെങ്കിൽ 4 months, അല്ലെങ്കിൽ 1 month, അല്ലെങ്കിൽ 4 week, അല്ലെങ്കിൽ 1 weekആണ് എനിക്ക് കാണുന്നത്. വല്ലാതെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന രണ്ട് കപ്പിൾസാണ് നിങ്ങൾ. നിങ്ങൾക്ക് മിണ്ടിയില്ലെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആണ് പരസ്പരം. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആണ് പരസ്പരം. ഒരു മാജിക്കൽ ബോണ്ട് തന്നെയുണ്ട് നിങ്ങൾക്കിടയിൽ. നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ അറിയാവുന്ന രണ്ടുപേരാണ്. പിന്നെ റിലേഷൻഷിപ്പ് ഇന്നും നില തുടങ്ങിയ റിലേഷൻഷിപ്പ് അല്ല, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അടുത്തവരായിരിക്കും, ഡേറ്റിംഗ് നടന്നിട്ടുണ്ടാവില്ലേ. അതൊക്കെ ഒരുമിച്ച് ഒക്കെ മാനിഫെസ്റ്റേഷനിൽ കൂടെ ആയിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഹോമാണ് കാണുന്നത്, വെഡ്ഡിങ് ആൻഡ് ഹോം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബോണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫാമിലിക്ക് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റ്, അതായത് ഇപ്പോൾ റീകൺസിലേഷൻ സംഭവിക്കുകയാണെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. ഓക്കെ, പക്ഷെ ഒരു കൺട്രോളിങ് എനർജി ഞാൻ കാണുന്നുണ്ട്. സഡൻ ആയിട്ട് ഒരു കൺട്രോൾ ഉണ്ട് നിങ്ങൾക്കിടയിൽ. എന്തൊക്കെയോ ഒരു ഈഗോസ് ആയിരിക്കാം, എന്തൊക്കെയോ കൺട്രോൾ ഉണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം. ആളിപ്പോൾ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹത്തോട്, നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് ആവാനും ഒക്കെയാണ് സാധ്യത കാണുന്നത്. ഇത്രയും പെട്ടെന്ന് എനിക്ക് റീകൺസിലേഷൻ കാണുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ റീകൺസിലേഷൻ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായി സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് സീനും ഒക്കെ കാണുന്നുണ്ട്, ഓൺലൈൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ചിലപ്പോൾ സംശയം വരെ ഉണ്ടാവും. നിങ്ങൾ ഓൺലൈൻ സ്റ്റേ ചെയ്യുമ്പോൾ വളരെ പോസസീവായി, പക്ഷെ പ്രകടിപ്പിക്കില്ല, മനസ്സിലിട്ട് വല്ലാതെ ഇതൊരു എന്താ പറയുക, അങ്ങനത്തെ സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്.
റീസ്റ്റാർട്ട് കാണുന്നുണ്ട്, ഫാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ടെമ്പറൻസ്, ബാലൻസ് എല്ലാം ഓക്കെ. മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. ബി യുവർ സെൽഫ്. ഓക്കെ, ബി യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. നിങ്ങൾ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റസുകൾ, പോസ്റ്റുകൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക. ഓൺലൈനിൽ വരിക പോവുക, അത് കാളി ചെക്ക് ചെയ്യുക കേട്ടോ. എന്നാലും അങ്ങനെ കാണിക്കാണ്ടിരിക്കുക. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. ചിലപ്പോൾ നിങ്ങൾ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആയിരിക്കാം. ഗോഡ് ഈസ് ഇൻ ചാർജ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാജിക്കൽ ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടും ഉണ്ട് എനിക്ക് കാണാം. അതുപോലെ തന്നെ എന്താ ദ മജീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡെക്കിൽ എന്താ പറയുന്നതെന്ന് പറയാം, കോസ്മിക് കണക്ഷൻ ആണ്. സോഡിയാക് സയൻസ് തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കോസ്മിക് കണക്ഷൻസ് ഉള്ള സോഡിയാക് സയൻസ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ കണക്ഷനിൽ വന്നേക്കുന്ന അതിലുള്ള ജോഡീസിലായിരിക്കും നിങ്ങൾ പെട്ടിട്ടുണ്ടാവും. അതിലെ പെർഫെക്റ്റ് കപ്പിൾസ് ആയിരിക്കും നിങ്ങൾ. നമുക്ക് നോക്കാം. ഓക്കെ, വിൽ യു ഹെൽപ്പ് മീ? സംതിങ്. പക്ഷേ ഈഗോ ഉണ്ട്, അതുകൊണ്ട് തന്നെ തുറന്നു പറയാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഐ കാൺട്ട് റൈറ്റ് നൗ എന്ന് പറയുന്നത് കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും വരാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 4 മന്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഐ വിഷ് യു വെയർ മൈ, എന്റേതാ ഞാൻ ആഗ്രഹിക്കുന്നു. റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റാഡിക്കൽ അക്സെപ്റ്റൻസ് ആൻഡ് സറണ്ടർ ക്യാൻ ഹെൽപ്പ് യു ലെറ്റ് ഗോ. മേ ബി നിങ്ങളുടെ ഇതൊരു ശരിക്കും ഒരു നിങ്ങൾക്ക് വേറൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു ലെറ്റ് ഗോ സിറ്റുവേഷൻ കാണുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഇപ്പോൾ ഉള്ള ഈ വ്യക്തി അല്ലാണ്ട് മുമ്പത്തെ ഒരു എക്സ് ഉണ്ടെന്ന് അയാളെ കുറിച്ച് ചിന്തിക്കുന്നതും അയാളായിട്ട് കമ്പയർ ചെയ്യുന്നതും അയാളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിർത്തുക. അതല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു അഫെയറിലേക്ക്, വേറെ തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത്ര നല്ലതല്ല റിലേഷൻഷിപ്പ്. മാനിഫെസ്റ്റേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ നടന്നോട്ടെ കേട്ടോ. ഹോപ്പ് കളയരുത്, മാനിഫെസ്റ്റേഷൻ വേണം. നിങ്ങൾ രണ്ടുപേരും മാജിക്കൽ ബോണ്ടാണ്. യുവർ വിഷ് ഈസ് ഗ്രാൻഡഡ്. യാ, മാനിഫെസ്റ്റ് ചെയ്യോ, അത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. ഫിനാൻഷ്യൽ ചലഞ്ചസ് അഫക്റ്റിംഗ് ദിസ് കണക്ഷൻ. സംതിങ് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ, അതായത് ആളുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലിയേക്കാൾ ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി ആവാൻ സാധ്യതയുണ്ട്. ആൾ നിങ്ങളെക്കാൾ ഒരുപാട് റിച്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലം ആണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കിടയിൽ ഒരു ശരിക്കൊരു പ്രോബ്ലം കാണുന്നത്. എനിക്കതാണ് കാണുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല, നിങ്ങൾ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ നേരിട്ട് പോലും കണ്ടിട്ടുണ്ടാവില്ല. യു ലൈറ്റ് അപ്പ് മൈ വേ. ചിലപ്പോൾ ഈ പേഴ്സൺ വേറെ ഒരാളായിട്ട് ഇങ്ങനത്തെ ഒരു ബോണ്ട് ഉണ്ടാവില്ല. ഈസ് അലോൺ, എപ്പോഴും അലോൺ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. I need to sort things out first before I can come to you. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ആൾക്ക്. കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷനൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, റിട്രീറ്റ്, റീകൺസിലേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ റീകൺസിലേഷൻ കാണുന്നുണ്ട്. ദിസ് കുഡ് ബി ദ വൺ. അതായത് ഈ വ്യക്തി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എല്ലാം ഈ വ്യക്തിയാണ്. ഗോഡ് നിങ്ങൾക്കായി തിരഞ്ഞെടുപ്പിക്കുന്ന വ്യക്തിയാണ്. ഒരു 90% ആൾക്കാർക്കും അങ്ങനെയാണ്. അല്ലാത്ത നമ്മൾ ഇത് ജനറൽ റീഡിംഗ് ആണല്ലോ. 90% പേഴ്സൺസിനും റീകൺസിലേഷൻ ഞാൻ കാണുന്നുണ്ട്. മാജിക്കൽ ബോണ്ടാണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ നല്ലോണം, അത് നല്ല രീതിയിൽ വർക്കാവും. കോസ്മിക് സോഡിയാക് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഗോഡിൻ്റെ നല്ലൊരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഞാൻ മന്ത്ലി ഒരാളെ ചൂസ് ചെയ്യും.
ആൾക്ക് ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, കീപ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, സെക്കൻഡ് നമ്പർ ഏഞ്ചൽ നമ്പർ 111 ചൂസ് ചെയ്തവരുടെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ലവ് മെസ്സേജ് എന്താണ്? റീകൺസിലേഷൻ എന്ന സംഭവം എത്ര വീക്കിനുള്ളിൽ, എത്ര മന്ത്സിനുള്ളിൽ, അങ്ങനെ എത്ര ഡേയ്സിനുള്ളിൽ സംഭവിക്കും, അത് സംഭവിക്കാതിരിക്കും. നമുക്ക് നോക്കാം. സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, ഇത് എംബ്രർ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എസ്പെഷ്യലി മദർ ഫിഗർ. ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു ലേഡി. ആ ഒരു സിനാരിയോ അവസാനിച്ചെന്ന് തോന്നുന്നു. ആ തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു അവസ്ഥ എൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്. എനിക്ക് വാട്ടർ സൈൻ ഇവിടെ കൂടുതൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ എയർ സൈൻ കാണുന്നുണ്ട്, എർത്ത് സൈനും ഉണ്ട്, എല്ലാ സൈൻസും ഉണ്ട്. എന്ത് മെസ്സേജാണ് നിങ്ങളോട് തരാനുള്ളത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ഒപ്പം ആയിട്ടുണ്ടെങ്കിലും ആളതിൽ നിന്നൊരു എന്താ പറയുക, ലെറ്റ് ഗോ വന്നിട്ടില്ല. ഹി സ്റ്റിൽ വാണ്ട് ഹർ, സ്റ്റിൽ വാണ്ട് ദാറ്റ് മൊമെന്റ്. ഹി ഈസ് വെരി സാഡ് അപ്പോൺ ദാറ്റ്. ആൻഡ് കരിയർ പ്രോബ്ലം, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. 10 ഓഫ് കപ്സ് നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം. Clarifying the card 10 of cups. Stay positive, friends. Wheel of Fortune, the Magician. Okay, Wheel of സമയം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ മൂൺ. ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആളുടെ മദർ ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരു വുമൺ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. മൂണാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവിടെ ലെറ്റ് ഗോ വന്നിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, വേറെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലെറ്റ് ഗോ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആൾ അലോൺ ആണ്, പക്ഷേ ആൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ ആൾക്ക് മനസ്സിലായി അതിൽ ഇനിയൊന്നുമില്ല, ഇനിയൊന്നും ലഭിക്കാനില്ല. നിങ്ങളുടെ കൂടെയാണ് കരിയർ ഉള്ളതെന്ന് അറിയാം. പക്ഷെ കരിയറിൽ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഫ്ലൈറ്റ് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട് ആൾക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ആൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കരിയറിന് വേണ്ടി ആൾ അവിടെ തന്നെ നിൽക്കുകയാണ്. 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോയുടെ എൻഡിൽ നിങ്ങളുടെ കൂടെ ഇനി 10 ഓഫ് കപ്സ് ഫാമിലിയൊക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. ആൾക്ക് ഇനിയുള്ള ഓപ്ഷൻ നിങ്ങളാണ്. ആ ഓപ്ഷനിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അഗൈൻ ഹീസ് സാഡ്. സംതിങ് സോൾ ശരിക്കും ഹീലായിട്ടില്ല. ആൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആളെപ്പോഴും എന്താ പറയുക, എന്ത് വേണം എന്നറിയാത്തൊരു രീതിയിലേക്കാണ്. ഇതൊരു ഒരുപാട് ഒരു കാലം എടുത്ത റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. സഡൻലി ഏകദേശം ചിലപ്പോൾ ഒരു വർഷം അത്രയൊക്കെ എനിക്ക് റിലേഷൻഷിപ്പിൽ കാണുന്നുള്ളൂ. റിലേഷൻഷിപ്പിലായിട്ട്, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായാലും നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, അതല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആയിരിക്കാം, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, now he has won you, but he not take any action. Soul is not healed properly. He's not healed. He's sad. He's very sad. Okay, the sun and wheel of fortune. അതായത് ടൈം ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ടൈം ആണ്, നിങ്ങളുടെ ടൈമാണ്. 10 and 10 ആണ് കാണുന്നത്. വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 10 വീക്കിനുള്ളിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. 10 months എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈമാവും. ചിലപ്പോൾ ആള് ഒക്ടോബർ ആയിരിക്കും ആളുടെ ബർത്ത് മന്ത്, ഒക്ടോബർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് മന്ത് ഒക്ടോബർ ആയിരിക്കും. സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ ഓഫ് രണ്ടും നോക്കും. 10 ആണ് വന്നേക്കുന്നത്. ഏഞ്ചൽ നമ്പർ ആണ് 10 ആണ് വന്നേക്കുന്നത്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ദ ഫാമിലി. അതായത് ദ ടൈമാണ്. എനിക്ക് തോന്നുന്നു 2021 മെജോറിറ്റി ഓഫ് ദം, എല്ലാവരും ഇല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ മെജോറിറ്റി ഓഫ് ദം, ഈ കേസിൽ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് 10 ഓഫ് കപ്പ് സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 10 monthsനുള്ളിൽ, അല്ലെങ്കിൽ 10 months, ഓക്കെ, ഒക്ടോബർ മന്ത്സിനുള്ളിൽ, അതല്ലെങ്കിൽ
10 വീക്സിനുള്ളൊരു കോൺടാക്ട് അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളൊരു കോൺടാക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലരുടെ കേസിൽ ആള് തിരിച്ചു വരാൻ സാധ്യത കാണുന്നില്ല. ചിലരുടെ കേസിൽ ആള് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ബ്രേക്കപ്പ് ആണ്, ആള് ഇവിടെ സാഡാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യമോ ഒരു പവറോ അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ലെറ്റ് ഗോ ആവാനോ ആൾക്ക് കഴിയില്ല, ആൾ വരില്ല. ബട്ട് മെജോറിറ്റി ഓഫ് ദം എനിക്ക് റീകൺസിലേഷൻ കാണുന്നുണ്ട്, വെഡിങ് വരെ കാണുന്നുണ്ട്, 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി കാണുന്നുണ്ട്. ബട്ട് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എൻഡപ്പാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആൾക്കൊരു ഹോപ്പില്ല, ആൾക്ക് ഇനി അതിലേക്ക് ചെന്നിട്ടും കാര്യമില്ല. ആള് തേർഡ് പാർട്ടി ലെറ്റ് ഗോ ആണ്, ഇനി വരില്ല. പക്ഷെ ആൾ അതിൽ നിന്ന് ഹീൽ ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ ആൾക്ക് നിങ്ങളെ വേണം. പക്ഷെ ആളുടെ കരിയർ ഒരു പ്രോബ്ലം ആയിട്ട് ആൾക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഇനി വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഡൗട്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദം റീകൺസിലേഷൻ കാണുന്നുണ്ട്. 10 ഡേയ്സിനുള്ളിൽ അതല്ലെങ്കിൽ 10 വീക്കിനുള്ളിൽ അതല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിനുള്ളിൽ റീകൺസിലേഷൻ ആൻഡ് മാരേജ് ആണ് കാണുന്നത്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആഗ്രഹമുള്ളവർ, അത്രയ്ക്ക് ഡീപ്പായിട്ട് ഈ വ്യക്തിന് ആഗ്രഹമുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വേണ്ടാന്ന് വെച്ച് പോയതാണ്, എന്നാലും എനിക്കിപ്പോൾ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കാര്യം നടക്കും. ആൾക്കൊരു സ്ട്രെങ്ത് ഇല്ല, അതാണ് പ്രശ്നം. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കാം ആൾക്ക് ഹീലായിട്ടില്ല, ആൾ സാഡാണ്. അതുകൊണ്ടും പിന്നെ കരിയർ പ്രോബ്ലം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെയും അഗൈൻ 10-10 ആണ്. 10-10 അല്ല എങ്കിൽ കൂടി ഇവിടെ 10-10 19 ആണെങ്കിൽ കൂടി 1 9 10 അഗൈൻ 10 ആണ്. എനിക്ക് 10 നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഒരുപക്ഷെ ആളുടെ ബർത്ത്ഡേ 10-ാം തീയതി ആയിരിക്കും, അതല്ലെങ്കിൽ ഒക്ടോബർ മാസമായിരിക്കും ആൾ ജനിച്ചിട്ടുണ്ടാവുക. അഗൈൻ ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാജിക്കൽ ബോണ്ട് തന്നെയായിരിക്കും. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും ആളെ കിട്ടും. എനിക്ക് തോന്നുന്നു ആളിപ്പോൾ ജിം ട്രെയിനിങ് അങ്ങനത്തെ കേസിലൊക്കെ ഇൻവോൾവഡ് ആണ്, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് ആളുടെ നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക. ക്യൂൻ ഓഫ് സോർട്സ് ആൾ അഗെയിൻ എൻ്റെ ആണ്. സ്ട്രെങ്ത് കുറവാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത്. ആൾ സ്ട്രെങ്ത് ആവാണ്ടിരിക്കുകയാണ്. ആൾ എലോൺ ആണ്. ആളുടെ എല്ലാ സെലിബ്രേഷൻസും എല്ലാ ഹാപ്പിനെസ്സും ഇപ്പോൾ എൻഡായിട്ടിരിക്കുകയാണ്. അതായത് ആൾക്ക് മനസ്സിലായ റിയാലിറ്റി എന്താന്ന്. ഇത്രയും നാളുണ്ടായിട്ടൊക്കെ ഒരു മാസ്മരിക ലോകത്തായിരുന്നു. ആൾക്കറിയാം ആ പാർട്ട്ണർ ഒരു നെഗറ്റീവ് ആയിരുന്നു, അതല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ചെയ്തത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സെക്ഷൻ. എൻ്റെ ഹാപ്പിനെസ്സിലേക്കല്ല പോയത്, ഞാൻ ശരിക്കും ഒറ്റപ്പെടുകയാണ് ചെയ്തത്, എന്നെ ഒറ്റയ്ക്കാക്കി പോയിരിക്കുകയാണ്. ആൾക്ക് മനസ്സിലായ ആളൊറ്റയ്ക്കാണ്. ആളിപ്പോൾ നിങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാവുന്ന കാലത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആളുടെ സോൾ ഹീലുള്ള ആൾ സ്ട്രെങ്ത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓൾമോസ്റ്റ് ഒക്ടോബർ മന്ത് വരെ മേ ബി ചിലർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ 10 ഡേയ്സ്, അതല്ലെങ്കിൽ 10 വീക്ക്. മെജോറിറ്റി ഓഫ് ദം. ചിലരുടെ കേസിൽ അയാൾ ആക്ഷൻ എടുക്കില്ല, ആൾ കരിയറിൽ മാത്രം ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ അങ്ങ് മാറും, സാഡ് എന്ന രീതിയിൽ പോകും. സ്കോർപ്പിയൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എയർ സൈൻ നന്നായി കാണുന്നുണ്ട്. അതായത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഫയർ സൈനും കാണുന്നുണ്ട്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ ചിലപ്പോൾ ഫയറിന്റെ എയറിന്റെയും കപ്പിളായിരിക്കാം. ഓക്കെ, അഗെയിൻ സൺ. ഓക്കെ, നിങ്ങൾ എനിക്ക് തോന്നുന്നു വീൽ ഓഫ് ഫോർച്യൂൺ. ഒക്ടോബർ മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ബോണ്ട് ഉണ്ടാവും. മെജോറിറ്റി ഓഫ് ദം 9 ഓക്കെ, മെജോറിറ്റി ഓഫ് ദം ബോണ്ട് ഉണ്ടായിരിക്കും. അഗെയിൻ 10 കാണുന്നുണ്ട്. നമുക്ക് ഈ 1 എടുത്താണെങ്കിൽ ഇവിടെ 10 കാണുന്നത്. 10 ഒരു മാജിക്കൽ നമ്പറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഒക്ടോബർ മാസത്തിനുള്ളിലാണ് എനിക്കൊരു പ്രത്യേക ബോണ്ട് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 10 ദിവസം 10 വീക്ക് അതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ബോണ്ട് വെഡിങ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേബി ബോയ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ നല്ലൊരു ബോണ്ടായിരിക്കും നിങ്ങളുടേത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോണ്ട് ഉണ്ടാവും. ബട്ട് നൗ ഹീസ് സാഡ്. നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ട്, ബട്ട് ആളുടെ സോള് ഹീലായിട്ടില്ല, അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. He's coming. He's on the way. Career is the problem. Maybe long distance relationship ആയിരിക്കാം. അവിടെ നിങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അഗെയിൻ ഞാനിനി ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് ആളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ഞാൻ ഇത്രയും നാൾ വേറെ എന്തിനോ വേണ്ടി നിന്നു, അതല്ലെങ്കിൽ എൻ്റെ കരിയറിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മദറിന് വേണ്ടി ഞാൻ ഇത് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ മൈൻഡ് ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 7 of Swords ആണ് കാണുന്നത്. ഈസ് വെരി സാഡ്. ഓക്കെ, ഈസ് വെരി സാഡ്. ലവേഴ്സ് കപ്പിളാണ് കാണുന്നത്. റീകൺസിലേഷൻ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഉണ്ടാവും തന്നെയാണ് കാണുന്നത്. നൗ ഇറ്റ്സ് വെരി സാഡ്. ദ റീസൺസ് ഈസ് മേ ബി ബ്രേക്കപ്പ് സിറ്റുവേഷൻ വിത്ത് തേർഡ് പാർട്ടി ഓർ കരിയർ പ്രോബ്ലം, ഇതൊക്കെയാണ് കാണുന്നത്. ചിലരുടെ കേസിൽ കംപ്ലീറ്റ് ബ്രേക്കപ്പും കാണുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദം ജോയിൻഡ് ഇൻ ഒക്ടോബർ. ഡെത്ത് കാണുന്നുണ്ട്. അത് ആളുടെ സിനാരിയോയിലായിരിക്കാം. ആ റിലേഷൻഷിപ്പ് ഡെത്ത് ആയിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ആൾ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് വേണം. അതായത് ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വേണം വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ മാറി സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചിലരുടെ കേസിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ്. The big stop is happening with this because he is in relationship. ചിലപ്പോൾ നിങ്ങളായിട്ടായിരിക്കാം ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ ആൾക്ക് തേർഡ് പാർട്ടി നമുക്കാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ആൾ തേർഡ് പാർട്ടിനെയും നഷ്ടപ്പെട്ട് വളരെ സാഡാണെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഹീലോ അല്ലെങ്കിൽ ആ ഒരു പവറോ ആളുടെ ഹാർട്ടിന് കിട്ടുന്നില്ല. ബട്ട് മെജോറിറ്റി ഓഫ് ടൈം എനിക്ക് തോന്നുന്നു റീകൺസിലേഷൻ ആണ് കാണുന്നത്. ആള് വരും, നിങ്ങളെയും കൊണ്ടുപോകും. എഗെയിൻ എയർ സൈൻ ആണ് കാണുന്നത്. ആള് വരും, നിങ്ങളെയും കൊണ്ടുപോകും എന്നാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എനിക്ക് 10 ഒക്ടോബർ മാസം, അതല്ലെങ്കിൽ 10 വീക്ക് ഓർ 10 days. ഓക്കെ, നിങ്ങൾ റീയൂണിയൻ ആവുന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് അബൻഡൻസ് ആണ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടാണ് കാണുന്നത്. 10 of Cups ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആണ്. ആളുടെ എന്ത് അഡിക്ഷൻ ആണെങ്കിലും അത് മാറിക്കഴിഞ്ഞ് ഇനി നിങ്ങളിലേക്ക് വരാണ് കാണുന്നത്. പക്ഷെ ചെറിയൊരു പോർഷൻ ആൾക്കാരുടെ കേസിൽ ഒരു ബ്രേക്കപ്പ് ആണ് കാണുന്നത്. റീകൺസിലേഷൻ ഉണ്ടാവില്ല. ലെറ്റ് ഗോ സിറ്റുവേഷൻ ആയിരിക്കും. ബാക്കി എല്ലാവർക്കും റീകൺസിലേഷൻ ഉണ്ടാവും. ആളുടെ അഡിക്ഷൻസ്, ബാഡ് ആയിട്ടുള്ള അഡിക്ഷൻസ് ഒക്കെ മാറി ആൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കരിയറിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. വളരെ സാഡാണ്. മുമ്പ് ഒരു ബുദ്ധിമോശം കാണിച്ച് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വളരെയധികം സങ്കടത്തിലാണ് ആൾ. സന്തോഷത്തിലല്ല, ബിലീവ് ഇൻ മാജിക്. മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ആൾക്ക് സ്ട്രെങ്തൻ കിട്ടാൻ. ആളൊട്ടും സ്ട്രോങ് അല്ല. ആളുടെ മൈൻഡ് വളരെയധികം സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പോസിറ്റീവ് വൈബ് യൂണിവേഴ്സൽ വഴി ആൾക്ക് കിട്ടിയാൽ മാത്രമേ റീകൺസിലേഷൻ പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഓക്കെ, നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റേഷൻ അറിയില്ലെങ്കിൽ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരോട് ചോദിച്ചാൽ മതി. ദേ ആർ ദ ബെസ്റ്റ് മാനിഫെസ്റ്റേഷൻ കപ്പിൾസ്. വെരി മച്ച്. അവർ നോ കോണ്ടാക്ടിങ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അവർ മാനിഫെസ്റ്റേഷനിലൂടെ കോണ്ടാക്ട് ചെയ്യാം. എംപ്ലോയ്മെന്റ് ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്ക് സിറ്റുവേഷനിൽ ലീവ് എടുക്കാതെ അവിടെ തന്നെ നിന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പൊസിഷൻ കയറ്റം കിട്ടും. അതുകൊണ്ടായിരിക്കും ആള് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി വരാണ്ടിരിക്കുന്നത്. ചിലവർ ചിലപ്പോൾ വെഡിങ് വരെ ഉറപ്പിച്ചിട്ട് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും. കാരണം വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജോലിയിൽ ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വരാണ്ടിരിക്കുന്നത്. ഓക്കെ, സോൾമേറ്റ് കണക്ഷൻ ആണ്. ആള് തെറ്റായിട്ട് ചൂസ് ചെയ്തെങ്കിൽ കൂടി നിങ്ങളാണ് കറക്റ്റ്. അത് ആൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആള് ചൂസ് ചെയ്തത് നിങ്ങളിലായിരുന്നു ബെസ്റ്റ്. ആള് തെറ്റായിട്ട് ചൂസ് ചെയ്ത് പോയതാണ്. റൊമാൻറ്റിക് ഫീലിങ്സ്. ഇപ്പൊ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, കരിയറിനെ കുറിച്ചും. ബാക്കിയുള്ള എല്ലാ അഡിക്ഷൻസും മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ നോക്കാം. True love. This love is emotional, physical and unconditional. Okay,
ട്രൂ ലവ്. യാ 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്, സൺ ഈസ് ഡബിൾ ടൈം വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, ഏഞ്ചൽ നമ്പർ ആണ് 10. ഓക്കെ, കംപ്ലീഷൻ ആണ്, ഫാമിലി ആണ് കാണിക്കുന്നത് 10. ആളുടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു പക്ഷെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം, അതിൽ നിന്നൊക്കെ ആള് കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഒക്കെ മാറി വന്നിട്ടുണ്ട്. മൈ ബിലോവ്ഡ്. യാ, അപ്പൊ ആൾക്കറിയാം റിയാലിറ്റി നിങ്ങളാണെന്ന്. ഡു യു മിസ് മീ ദ വേ ഐ മിസ് യു? യാ, ഹീസ് മിസ്സിങ് യു. ഭയങ്കര നഷ്ടബോധമുണ്ട്, തെറ്റായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തതിൽ വളരെയധികം നഷ്ടബോധമുണ്ട്. ഐ കീപ് ലുക്കിംഗ് അറ്റ് യുവർ പിക്ചേഴ്സ്. യാ, ഒരുപക്ഷെ ആള് ഇപ്പോ വേറെ ഒരു അഡിക്ഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബ്യൂട്ടി എന്താണെന്ന് ഇപ്പോഴായിരിക്കും ആൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നൊരു പ്രപ്പോസൽ, ചിലപ്പോൾ ഒരു പ്രപ്പോസൽ ആയിട്ടായിരിക്കും നിങ്ങൾ ആളുടെ വ്യക്തി ലൈഫിലേക്ക് ചെന്നത്. അതിന് മുമ്പ് ഒരു എക്സ് പാർട്ട്ണർ ചിലപ്പോൾ ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഓഫർ ചിലപ്പോൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ വേണം വേണ്ട ഇൻ ആൻഡ് ഔട്ട് ഒരു എനർജി ആയിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ആ സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളോടാണ് താല്പര്യം. പക്ഷെ നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് എത്തുന്നതിന് മുമ്പായിരിക്കാം ആളുടെ ആ ഒരു തേർഡ് പാർട്ടി ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. അത് എൻഡ് ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, എൻഡ് ആവുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ആൾ അതിൽ അഡിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ആൾക്ക് ആ ബുദ്ധിമുട്ട് വന്നത്. ഇപ്പൊ ആ അഡിക്ഷൻസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളോടാണ് ആൾക്ക് താല്പര്യം. ആൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ഒന്ന് തേർഡ് പാർട്ടി ആവാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു എക്സ് ആയിരിക്കാം, എക്സിനെ ആയിരിക്കാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലരുടെ കേസിൽ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ്, ചിലരുടെ കേസിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മസ്റ്റാണ്. ചിലപ്പോൾ എക്സിന് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, എക്സ് ആയിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചിൽഡ്രൻ ആർ ഇമ്പോർട്ടൻറ്റ് ടു ദിസ് പാർട്ട്ണർഷിപ്പ്. നിങ്ങളെ മാരേജ് ചെയ്യണം, ഇനി പ്രേമിച്ച് നടക്കാം, അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഈ ഗൈ ഇത്ര മെച്യൂർഡ് ആണെന്ന്. അതായത് മേ ബി 13+ ഉണ്ടാവാം ഏജ്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുമായ ഒരു 7-8 വയസ്സിന്റെ ഡിഫറൻസ് തന്നെ ഈ വ്യക്തിയായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് മാരേജ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് ആൾ ആഗ്രഹിക്കുന്നത്. I care too much about what other think right now. ആൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് റിലേഷൻഷിപ്പിൽ ബാധിച്ചത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട്സ് മുഖേനയായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും തേർഡ് പാർട്ടി ആയിട്ട് നിന്നത്. ഓക്കെ, യു ലൈറ്റ് അപ്പ് മൈ വേൾഡ്. ആളുടെ ഇപ്പൊ ആകെയുള്ള ഒരു പ്രതീക്ഷ തന്നെ നിങ്ങളാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് നമ്പർ ചൂസ് ചെയ്തവരുടെ റീഡിങ്. റീഡിങ് റീസണേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മന്ത്ലി ഞാൻ ഒരാൾക്ക് ഫ്രീ റീഡിങ് ചെയ്യുന്നതായിരിക്കും. ഇത് ജനറൽ റീഡിംഗ് ആണ്. അത് ഫ്രീ റീഡിംഗ് ആണെങ്കിൽ കൂടി പേഴ്സണൽ റീഡിംഗ് ആയിരിക്കും. പേഴ്സണൽ റീഡിംഗ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എനിക്കിപ്പോൾ കുറച്ചധികം പേഴ്സണൽ റീഡിംഗ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറച്ചധികം കൺസൾട്ടന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ ഇടാൻ ഇത്തിരി ലാഗ് വന്നത്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഫ്രീ റീഡിംഗ് മന്ത്ലി ചൂസ് ചെയ്യുന്ന ആൾക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലാത്ത പേഴ്സണൽ റീഡിംഗ് പേയബിൾ ആട്ടോ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പേയബിൾ ആണ്. ഞാൻ അധികം റേറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇതിലും വലിയ വലിയ റേറ്റ് ആണ് എല്ലാവരും എടുക്കുന്നത്. ഞാൻ അധികം റേറ്റ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് ഏഞ്ചൽ നമ്പർ 555 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് തരുന്ന ലവ് മെസ്സേജ് എന്താ, റീയൂണിയൻ എന്നാണ്, എത്ര വീക്കിനുള്ളതാണ്, എത്ര ഡേയ്സിനുള്ളതാണ്, എത്ര മന്ത്സിനുള്ളതാണ്, അത് റീകൺസിലേഷൻ സംഭവിക്കില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് തരുന്ന ലവ് മെസ്സേജ് എന്താണെന്നാണ്. അത് എക്സ് ആണെന്ന് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ലവ് മെസ്സേജ് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ആവാം. എക്സ് ആണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ എന്നാണെന്നും കൂടി അറിയാൻ പറ്റും. മാത്രമല്ല. ഓക്കെ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് കാണുന്നുണ്ട്. വാട്ടർ കാണുന്നു, വാട്ടർ എനർജി കാണുന്നിട്ടുണ്ട്. ക്യാൻസർ, സ്പൈസസ്, സ്കോർപിയോ എനർജി കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി കാണുന്നുണ്ട്. അഗൈൻ വാട്ടർ എനർജി കാണുന്നുണ്ട്. ക്യാൻസർ, സ്കോർപിയോ, സ്പൈസസ്, ദെൻ ഡെത്ത് എന്ന് പറഞ്ഞ കാർഡ് വന്നു. ഓക്കെ
കാപ്രിക്കോൺ എനർജി സ്ട്രോങ്ലി കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ സോൾമേറ്റ്സ് ആണ്, അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ പൂർവ്വജന്മത്തിലും കപ്പിൾസ് ആയിരുന്നു. വളരെയധികം പാഷനേറ്റ് ലവ് ഉണ്ട്, ഒരുപാട് ലവ് ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട്, ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇപ്പോഴും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്നുമല്ല. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു പോസിബിൾ. ഐ തിങ്ക് മാരേജ് എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നില്ല. വളരെയധികം ലവ് ഉണ്ട്, ഒരുപാട് ഏസ് ഓഫ് കപ്സ് ആണ്. ആൾക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട്, നിങ്ങൾ സോൾമേറ്റ് ആണ്, നിങ്ങൾ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലും ആയിരിക്കില്ല, നിങ്ങൾ കോണ്ടാക്റ്റഡ് ആയിരിക്കാം. ബ്രേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ബട്ട് ഇവിടെ വെഡിങ് എന്ന് നമ്മൾ പറയുന്ന 4 of Wands റിവേഴ്സ് വന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെഡിങ് പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഈ ഒരു എൻഡപ്പ് എനിക്ക് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പറയാം 50-50 ആണ്. ഇതിൽ കാണുന്നവരിൽ 50% ആൾക്കാർക്ക് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കില്ല, നിങ്ങൾ ഹാപ്പിലി കപ്പിൾസായിരിക്കും, നിങ്ങൾ പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഇവിടെ കാണുന്നുണ്ട്. 15% ആൾക്കാർക്കും ഡെത്ത് മീൻസ് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പും മാരേജ് എന്നൊരു ലൈഫിലേക്ക് വരാത്ത അവസ്ഥയും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ വളരെയധികം വലിയൊരു റിലേഷൻ ബോണ്ടിലായിരിക്കും. എനിക്ക് തോന്നുന്നു കോസ്മിക് റിലേഷൻ ബോണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ കോസ്മിക് റിലേഷൻ ബോണ്ട് ഇല്ലാത്ത ഒരു സോഡിയാക് സൈൻ ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജാതകത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിൽ ചേരാത്ത നക്ഷത്രങ്ങളാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. നിങ്ങൾ വളരെയധികം നല്ല കപ്പിൾസ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലരുടെ കേസിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഓൾറെഡി ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. 50% ആൾക്കാർക്ക് മാരേജ് എന്നൊരു സംഭവം ഇതിലുണ്ടാവില്ല. ബാക്കി 50% ആൾക്കാർക്ക് ഹാപ്പൻ. ഓക്കെ, ഡെത്ത് എന്ന് പറഞ്ഞാൽ അതായത് സിറ്റുവേഷൻ വന്ന് പിന്നെ ഒരു ന്യൂ ബിഗിനിങ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് എനർജി ചെക്കിൽ എനിക്ക് മാരേജ് കാണാൻ പറ്റുന്നില്ല. 50% ആർക്കും മസ്റ്റ്, അതായത് 100% എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ബാക്കി 50% നോക്കാം. നിങ്ങൾ ബെസ്റ്റ് കപ്പിൾസ് ആണെങ്കിൽ കൂടി എന്തുകൊണ്ടോ റിലേഷൻഷിപ്പിന് മാരേജിൽ എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. സാഡെന്നാവുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ആ 50% ഒരു പക്ഷെ നിങ്ങളായിരിക്കില്ല, നിങ്ങൾ പോസിറ്റീവായിട്ട് വരുന്ന ആ 50% ഉള്ളവരാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, യാ ദ ക്യൂൻ ഓഫ് വാണ്ട്സ്, ദ ലവേഴ്സ്. യാ, നിങ്ങൾ ഭയങ്കരധികം കപ്പിൾ ഓഫ് ലവ് ആണ്, കപ്പിൾ ഓഫ് റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഇവിടെ മാരേജ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാർഡാണ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിനാരിയിൽ അത് പോസിറ്റീവ് അത് കാണുന്നില്ല. ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ന്യൂ ബിഗിനിങ് ഉണ്ടാവാം. ഓക്കെ, ഞാൻ പറഞ്ഞ 50% നെഗറ്റീവ് ആയിട്ടുള്ള കപ്പിളല്ല നിങ്ങൾ 50% പോസിറ്റീവ് ആയിട്ടുള്ള കപ്പിളാണ്. അങ്ങനെ തിങ്ക് ചെയ്യണം. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പേഴ്സണൽ റീഡിങ് പോസിറ്റീവായിട്ട് മാത്രമല്ല പറയാം, ഞാൻ നെഗറ്റീവായിട്ട് കാണുമെന്ന് പറയും. പക്ഷെ ഒരുപാട് കേസിൽ ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞ നെഗറ്റീവായിട്ട് പറഞ്ഞതും കറക്റ്റായിട്ട് അതുപോലെ വന്നു എന്നും പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ്ലി ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ കേസ് ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റാത്ത ഇതുപോലെ മേ ബി എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അല്ലാതെ കറക്റ്റായിട്ട് പറഞ്ഞത് കറക്റ്റ് എനിക്ക് അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഇതിൽ ഞാൻ പറയാണ് ഇവിടെ നെഗറ്റീവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് കപ്പിൾസ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇവിടെ ഇങ്ങനെ ഒരു സിനാരിയോ ഹാപ്പനാണ്. അപ്പോൾ ഞാൻ പറയുന്ന 50% നെഗറ്റീവായിട്ട് പറയുന്ന കേസ് നിങ്ങളെ അല്ലെന്ന് വിചാരിക്കും. പോസിറ്റീവായിട്ടുള്ള സൈഡ് നിങ്ങൾ തിങ്കിക്കുക. ഇത് ഒരുപാട് പേര് കാണുന്നുണ്ടോ ഈ വീഡിയോ? അതിൽ ഏതോ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആണോന്ന് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ജസ്റ്റിസ് സംഭവിക്കണം. 9 of Swords, ഫ്രസ്ട്രേഷൻ എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടെമ്പറൻസ്, ബാലൻസ് ചെയ്യണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു ലെറ്റ് ഗോ സിറ്റുവേഷൻ 5 of Swords കാണുന്നുണ്ട്. ഈ ഒരു സിനാരിയോ, ഈ ഹാപ്പിനെസ് എല്ലാം എൻഡായിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു എൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സാഡായിരിക്കും. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ പാർട്ട്ണർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ ഒന്നും പറയാനില്ല. ആള് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
നിങ്ങളായിരിക്കും എനിക്ക് പിന്നെയും ജഗ്ലിങ് തോന്നുന്നത്, നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ കാണുമ്പോൾ ഇട്ടിട്ട് പോകാൻ സാധ്യത. എനിക്ക് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. സോറി പറഞ്ഞത്. തേപ്പിക്കും, നിങ്ങൾ തേപ്പുകാരാന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ആൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ബൈ ചാൻസ് സം പേഴ്സൺ ഇത് കാണുന്നതിൽ ചിലരുടെ ഇങ്ങനെയാണ് വന്നത്, ഇതുകൊണ്ടാണ് ഡെത്ത് എന്ന് പറഞ്ഞ സിനാരിയോ വന്നു. പക്ഷെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വരട്ടെ. എനിക്ക് എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വന്നത് വളരെയധികം വിഷമം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഫുൾ കപ്പ് ഓഫ് ലവ് ആണ് ആ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത്. ഇതിനു വേണ്ടി ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്ത കാർഡ് കണ്ടു, ലവേഴ്സ്. പക്ഷെ എല്ലാ ലവേഴ്സും മാരേജിലേക്ക് എത്തണമെന്നില്ല. ഓക്കെ, ദ ഡെത്ത് എന്ന് പറഞ്ഞ സിനാരിയോ, ഓക്കെ, ന്യൂ ബിഗിനിങ്, സ്ട്രെങ്തൻ വേണം, നമുക്ക് സ്ട്രെങ്ത് വേണം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ചിലർക്കത് കേൾക്കുമ്പോൾ തന്നെ, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് മാരേജിൽ എത്തില്ലെന്ന്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ ഇതിലുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അലേർട്ടായിട്ട് എടുക്കാം. അല്ലാത്തവർ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേ വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള പോസിറ്റീവ് കാർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടും കേട്ടോ, ഞാൻ റിപ്ലൈ തരും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് കാർഡ് റിവേഴ്സിലൊക്കെയാണ് ഇരിക്കുന്നത്. എന്താണോ, ഒരുപാട് റിവേഴ്സ് കാർഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, റിവേഴ്സിലാണ് ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഇത് കറണ്ട് എനർജി ചെക്കാണ്. ഇതൊക്കെ ചേഞ്ച് ആവും. നമ്മളുടെ ഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴും നമ്മുടെ സോഡിയക് സയൻസിൽ തന്നെ ചാർട്ടിലുള്ള വ്യത്യാസം, നിങ്ങളുടെ നക്ഷത്രത്തിന്റെ വ്യത്യാസം, ഒരു പക്ഷേ അത് ഈ ഇയറിൽ മാറാം. അങ്ങനെയൊക്കെ ചേഞ്ചുകൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കണ്ട കാര്യം ഞാൻ പറഞ്ഞു മാത്രം. എഗെയിൻ ദ ലവേഴ്സ്. പക്ഷേ പറയാനുള്ള കാര്യം, കൃഷ്ണനും രാധയാണ് വന്നേക്കുന്നത് എല്ലാ സിറ്റുവേഷനിലും. അത് ലവേഴ്സ് എന്ന് പറഞ്ഞ ഈ കാർഡ് വരുമ്പോൾ മാരേജ് അല്ല. ഓക്കെ, ഹിന്ദുസിനറിയാം കൃഷ്ണനും രാധയും മാരേജ് ചെയ്തിട്ടില്ല. ദേ ആർ ദ ബെസ്റ്റ് കപ്പിൾസ്, ദേ ആർ ദ ബെസ്റ്റ് പേഴ്സ്, ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, സോൾമേറ്റ്, എവറിത്തിങ്, ബട്ട് ദേ ആർ നോട്ട് മാരീഡ്. ഓക്കെ ഓക്കെ, ഇത് ഓൺലി 50% ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി 50% ആൾക്കാർക്ക് സ്ട്രോങ് ബോണ്ട്, ന്യൂ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത്, മാരേജ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കണ്ട കാർഡ് വെച്ചാണ് ഞാൻ കമ്പയർ ചെയ്തത്. ആ നെഗറ്റീവ് 50% പറഞ്ഞു. 50% ഉറപ്പാണ്, 50% ഉൾട്ടയാണ്. 50% പോസിറ്റീവ്, 50% ആൾക്കാർക്ക് നെഗറ്റീവ്. പക്ഷെ ഒരാൾക്ക് തന്നെ നെഗറ്റീവും പോസിറ്റീവും വരില്ല. ഓക്കെ, കുറച്ച് പേർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ആൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കില്ല. ബട്ട് സംതിങ് ടൈം ഇസ് നോട്ട് പെർഫെക്റ്റ്. That's the problem. Okay, one more card to clarify the Lover's card. Okay, again death. Okay, new beginning or breakup. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഹി ഈസ് ലവിങ് യു ടു. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കണക്ട് വിത്ത് നേച്ചർ. ഹീൽ ചെയ്യുക സോള്. കണക്ട് വിത്ത് നേച്ചർ ആണ് പറഞ്ഞേക്കുന്നത്. സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്. യു ആർ ലിമിറ്റ്ലെസ്. ഓക്കെ, ഇതൊന്നും ഒരു എൻഡ് അല്ല. ഓക്കെ, മേ ബി ഒരു വർഷം നിങ്ങൾ പിരിഞ്ഞിരുന്ന് വീണ്ടും റിജോയിൻ ഉണ്ടാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരിക്കും അനുകൂലിക്കാതെ. ഫോർഗീവ്. ഓക്കെ, ചിലപ്പോ ആളായിരിക്കാൻ വിട്ടിട്ട് പോകുന്ന, അപ്പൊ ക്ഷമിക്കാൻ പറയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ആളോട് ക്ഷമിക്കാൻ പറയാണ്. ഫോർഗീവ് ആണ് പറയുന്നത്. ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആള്
ക്ഷമ ചോദിക്കുകയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആള് നിങ്ങളിൽ നിന്ന് ക്ഷമ ആഗ്രഹിക്കുന്നുണ്ട്. വിക്ടറി കാണുന്നുണ്ട്. 50% ഓഫ് ടൈമിന് വിക്ടറി കാണുന്നുണ്ട്, നോട്ട് 100%. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള ഹോപ്പ് കാണുന്നുണ്ട്. വോക്ക് അവേ കാണിക്കുന്നുണ്ട്. ലെറ്റ് ഗോ സിറ്റുവേഷൻ അഗൈൻ കാണിക്കുന്നുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാം. അഗെയിൻ ലെറ്റ് ഗോ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 50% ഓഫ് ദം ലെറ്റ് ഗോ സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. വളരെ നല്ല കപ്പിൾസ് ആയി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മാരേജ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോവില്ല. ചിലത് ഇപ്പൊ ബ്രേക്കപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഒരു ഇത്. ഓക്കെ, ഒരു അലേർട്ടാണ്. നിങ്ങൾ നല്ല ഇതായിട്ടിരിക്കുക. ഓക്കെ. ലവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്താണ് ആൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ആർ യു തിങ്കിങ് അബൌട്ട് മീ? ഓക്കെ. നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിയോ കാണുന്നത്. ഐ എം ടയർഡ്. ഐ ഹാവ് ബീൻ ഫൈറ്റിംഗ് എ ബാറ്റിൽ ഐ കാണ്ട് വിൻ. ഒരുപക്ഷെ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് ഒപ്പം എത്താൻ, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ സിറ്റുവേഷൻ കൊണ്ട് കല്യാണം ആൾക്ക് അതിൽ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈറ്റിൽ ആള് പോവാ. ഐ റിമെമ്പർ ദ ഡേ വി മെറ്റ് ലൈക്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസം ഇന്നലെ കഴിഞ്ഞ പോലെ ആളെ ഓർക്കാണ്. ഹി ലവിങ് യു. ഒരുപാട് ആള് അല്ലെങ്കിൽ ഷീ ഓർ ഹി ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഡോൺ പ്രഷർ മീ. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങോട്ട് ചെന്ന് മെസ്സേജ് അയക്കരുത്, ചേസ് ചെയ്യരുത്. അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് പിരിയേണ്ടി വരുന്നതാണെങ്കിൽ തന്നെ ആളെ അങ്ങനെ പ്രഷർ ചെയ്യുകയൊന്നും ചെയ്യരുത്. അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ ഞാൻ റീഡിങ് പിന്നെ ചെയ്യുന്നതായിരിക്കും. ബാലൻസ്. വൺ പേഴ്സൺ ഈസ് ഗീവിങ് ടു മച്ച് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഒരുപാട് എഫേർട്ട് എടുക്കുന്നത്, അതല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഒരുപാട് എഫേർട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീസണായിട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ഞാൻ ഒരാളെ ചൂസ് ചെയ്തിട്ട് ആൾക്ക് മന്ത്ലി ഒരാളെ ഞാൻ ചൂസ് ചെയ്യും. ആൾക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആയിരിക്കും. ജനുവരി ആയതുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് ഞാൻ പേഴ്സണലി റീഡ് ചെയ്തിട്ട് വാട്സപ്പിൽ കൂടെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് മാനിഫെസ്റ്റ്. ഓക്കെ. ഇതൊന്നുമല്ല ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ട്. ഞാൻ പറഞ്ഞത് 50% ആൾക്കാർക്ക് മാത്രമാണ് നെഗറ്റീവ്. 50% ആൾക്കാർക്ക് സോൾമേറ്റ് ആണ്, കപ്പ് ഓഫ് ലവ് ആണ്, ലവേഴ്സ് ആണ്. 2 ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. സ്റ്റേ പോസിറ്റീവ്. ബൈ.